തൊടവാള എന്ന് പറഞ്ഞ സാധനമാണ്. തൊടവാള എഴുതിക്കോ. തൊടവാള എടുത്തോളൂ. വാള് പോലെ ഉണ്ട്. തൊടവാളല്ല, തൊടവാള. ഇതെന്തിനെന്ന് വെച്ചാൽ ഇത് അമരേന്ദ്ര ബാഹുബലി. ഇതെന്താന്ന് വെച്ചാൽ ഈ തൊടവാള എന്ന് പറയുന്നതിന്റെ ഇതിന്റെ കിഴങ്ങുണ്ടല്ലോ, ഇത് എടുത്ത് അരച്ച് കുഴമ്പാക്കി നീരുള്ള ഏത് ഭാഗത്തിട്ട് കൊടുത്താലും പെട്ടെന്ന് നീര്. ഇത് രണ്ടെണ്ണം നമ്മുടെ പ്രൊഡ്യൂസർ രാജേഷേട്ടന് കൊടുത്തു വിടണം. എനിക്ക് എന്ന് നീരാണ് അവിടെ ഇവിടെയൊക്കെ പോയി തട്ടും മുട്ടും നീരുണ്ടാക്കും. അതെ, ഈ സാധനം എടുത്ത് ഇങ്ങനെ വരച്ചിട്ട് കൊടുത്താൽ പിന്നെ ഇതാ എന്താ പറയും, നാഗതാളി കേട്ടോ. നാഗതാളി നല്ല പേരുകളാണ് കേട്ടോ. ചീത്ത വിളിക്കുന്നതിന് വരെ ഇതങ്ങ് വിളിച്ചാൽ തമാശക്ക് പറയുന്നതാണ്. ഇതിന് വായിൽ വെച്ച് രുചിച്ച് നോക്കണോ? ഇത് വേണ്ട, ഇത് വിഷത്തിനുള്ള ചെടിയാ. വായിൽ വെച്ച് രുചിച്ച് നോക്കണമെങ്കിൽ രുചിച്ച് നോക്കാം. മനുഷ്യന്റെ ഉള്ളിലെ വിഷം പോകുന്നില്ല. മനുഷ്യന്റെ ഉള്ളിൽ വിഷം, അതായത് ഇത് പറയുന്ന പാമ്പിന് പല്ലിന് വിഷം, തേളിന് വാലിന് വിഷം, ഈച്ചയ്ക്ക് തലയിൽ വിഷം, മനുഷ്യന് സർവാംഗം വിഷം എന്നാ പറയുന്നത്. അതാണ്. അപ്പൊ മനുഷ്യന്റെ സർവാംഗ വിഷം മാറണമെങ്കിൽ എന്താ, നല്ല ഭക്ഷണം കഴിക്കണം. ഈ വരവ് സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ തന്നെ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിഷം ഇല്ലാതാക്കാം. ഇനി ഞങ്ങളിവിടെ ആദിവാസി വൈദ്യന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ വിഷത്തിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീം ബാത്ത് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം ചെയ്യും. ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന പരിപാടി. ഏതാണ്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു 65ഓളം പച്ചിലകൾ ഇട്ടാണ് ഇത് ഇട്ട്. കർക്കിടക മാസം ഇപ്പൊ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇത് പുഴുങ്ങി പോകുന്നുണ്ട്. എത്ര ദിവസം പുഴുകണം? ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 3 ദിവസമാണ്. 3 ദിവസം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. എത്ര രൂപ വരും അത് 3 ദിവസം? അത് 3 ദിവസത്തേക്ക് ആകുമ്പം ഒരു ദിവസത്തേക്ക് ഒരു പുഴുങ്ങലിന് 350 രൂപ. അങ്ങനെ ഒരു 3 എണ്ണം ചെയ്യണം. പിന്നെ തിരുമലൊക്കെ ഉണ്ടോ? തിരുമല വേണ്ടി വന്നാൽ ചെയ്യും. അതുപോലെ വിഷചികിത്സ വേണ്ടി വന്നാൽ ചെയ്യും. അതുപോലെ വണ്ണം കുറയ്ക്കാൻ എന്തെങ്കിലും വഴി? വണ്ണം കുറയ്ക്കാന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കുറയ്ക്കുക. ഈ വണ്ണം കൂടിയ ആൾക്കാർക്ക് ശരിക്കും ഭക്ഷണം കഴിക്കുന്ന പറഞ്ഞത് ശരിയാണോ ഇല്ലെന്നല്ല അറിയില്ല. ഞാൻ വിഷത്തെ പറ്റി നേരത്തെ ചോദിച്ചത് അവരെ പറ്റി ചിരിച്ചില്ലേ? ഇപ്പോൾ അവരെ പറ്റിയാണ് ചോദിച്ചത്. ഇനി എന്റെ പറ്റിയാണ് ചോദിക്കണം. വണ്ണം കുറയുമോ? അല്ല, അതാണ് പറഞ്ഞത്. വണ്ണം കുറയ്ക്കാനുള്ള ഒരു പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരം ക്രമീകരിക്കുക. അതുപോലെ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ചെക്കപ്പ് ചെയ്ത് നോക്കുക. ഇതിൽ ഏതാണ്. എനിക്ക് അസുഖങ്ങളൊന്നും ഇല്ല, ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, ഒന്നുമില്ല, പ്രഷർ ഉണ്ട്. പിന്നെ ആഹാരം എന്ന് വെച്ചാൽ വളരെ ലിമിറ്റഡ് ആയിട്ട് കഴിക്കാറുള്ളൂ. ഞാൻ പറഞ്ഞുതരാം. രാവിലെ വല്ലപ്പോഴും. അസുഖം ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ, അസുഖം ഇല്ലാത്ത ആളിന്റെ ഒരു ലക്ഷണം പറഞ്ഞുതരാം. അസുഖം ഇല്ലാത്ത ഒരാളാണ് എങ്കിൽ നെഞ്ചിന് നല്ല വിരുതുണ്ടാവും. ഈ ഇളിയെന്ന് പറഞ്ഞ സാധനം ഒരു മുറിക്കേ കാണും. 2 മുറിയല്ല, 5 മുറിയുണ്ട്. അപ്പം ആ അസുഖം എന്ന് പറയുന്ന സാധനം വാതപിത്ത കഫങ്ങളുടെ ഒരു ഏറ്റക്കുറച്ചിലുള്ള സംയോജനമാണല്ലോ മനുഷ്യ. അതെ, ആ ശരീരത്തിന്റെ ഉടമയായതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കേണ്ട ഒരൊറ്റ കാര്യം. മനസ്സ് നല്ലതൊക്കെ വണ്ണം വെക്കുമെന്നാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെയൊന്നുമല്ല, മനസ്സ് നല്ലതാണെങ്കിൽ ശരി, ഈ പറയുന്നത് പോലെ നമ്മുടെ ശരീരം നന്നാവണം. നമ്മുടെ ശരീരം എന്നെ ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചാൽ ശരീരം നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് നോക്കുക. അയാളുടെ നെഞ്ചിനായിരിക്കും ആങ്ക്. ഈ വയറും കാര്യങ്ങളൊക്കെ കുറച്ച് ചൊട്ടിയിരിക്കും. അവർക്ക് എന്ന് പറഞ്ഞാൽ മിതമായ ഭക്ഷണം അവർ കഴിക്കും. അതുപോലെ ജിമ്മിനും എക്സർസൈസിനും ഒക്കെ പോണ ആൾക്കാരായിരിക്കും. നല്ല ആരോഗ്യമുള്ളവരായിരിക്കും. ഒറ്റ നോട്ട് തന്നെ അറിയാൻ പറ്റും. ആരോഗ്യത്തിനൊന്നും നമുക്കൊരു പ്രശ്നമില്ല. പക്ഷേ അതങ്ങനെ പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരിക്കും അല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരാൾ വീണ് പോയാൽ മറ്റൊരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ എടുക്കണം. എങ്ങനെ എടുക്കാൻ പറ്റും? അപ്പം അങ്ങനെ എടുക്കുന്ന ആ ശരീരമാണ് നോക്കുന്നത്. നോക്കുമ്പം നെഞ്ച് നല്ല വലുതായിരിക്കും. വയറ് ഒരു പിടിയേ കാണുള്ളൂ. മിതമായ ഭക്ഷണമായിരിക്കും. എപ്പോഴും അയാൾ എക്സർസൈസ് മാത്രമല്ല, ഒരു എത്ര വെയിറ്റ് ഉള്ള സാധനം എടുത്താലും ഒറ്റ കൈ കൊണ്ട് ഞാൻ തൂക്കി എടുക്കുമല്ലേ? നല്ല കാര്യം. എന്നെ കുറിച്ച് ഞാൻ തന്നെ പറയണ്ടേ, വേറെ ആരും പറയാനില്ല. ഞാൻ എന്നെ ഇവിടെ സമർപ്പിച്ച വണ്ണം കുറച്ച് അല്ല, താല്പര്യമില്ല. ഇതിന്റെ പേരെന്നറിയോ? ഇത് വണ്ണം കുറയ്ക്കാൻ കാര്യമില്ല. അത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്നത് അവിടെയാണ്. ഇവിടെ ഇതിന്റെ സാധനമാണ്. ഇതിന്റെ പേരാണ് ചേമ്പ്രവല്ലി എന്ന് പറയുന്ന സാധനം. ചേമ്പ്രവല്ലി. ഇത് നമുക്ക് ഇന്ത്യൻ പാറ്റന്റ് ഉള്ള സാധനമാണ്. ഇന്ത്യൻ പാറ്റന്റ് നമ്മൾ എടുത്തിട്ടുള്ളതാണ്. നമ്മളല്ല, ഞാൻ ഇന്ത്യൻ പാറ്റന്റ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഏതാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന, അതായത് ഈ പറയുന്ന പുണ്ണ് എന്നുവെച്ചാൽ ശരീരത്തിൽ ഉണങ്ങാത്ത പുണ്ണ് വ്രണം ഉണ്ടെങ്കിൽ ഇവന്റെ ഇലയുണ്ടല്ലോ, ഇവന്റെ ഇല വെളുപ്പാൻ 7:30 എടുത്ത് പിന്നെ എടുത്തിട്ടേക്കണം. നിഴലിൽ ഇത് ഉണക്കിയെടുക്കണം. നിഴലിൽ ഉണക്കിയെടുത്തിട്ട് ഇതിനെ വ്രണത്തിന്റെ മുകളിൽ വെച്ച് കെട്ടണം. അങ്ങനെ കെട്ടിയാൽ ഇത് ക്രമേണ ഈ പഴകിയ വ്രണം, ദുഷ്ടവ്രണം കരിഞ്ഞ് ഉണങ്ങും. മനസ്സിലെ വ്രണം ഉണങ്ങണമെങ്കിൽ അതിന് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ, അതിന് ഡെയിലി സാധകം ചെയ്യണം.
അപ്പൊ ഇത് നമുക്ക് കുറച്ച് തന്നു വിടുവോ? ആ ഓക്കെ. ഇത് നിഴലിൽ ഉണങ്ങി ഇത് കുറച്ച് തന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ ചാക്കണക്കി തരാനുണ്ട്. അല്ല ഞാൻ ചോദിക്കുന്നത്, നിഴലിൽ ഉണങ്ങിയിട്ട് നെല്ല് ഉണങ്ങിയിട്ട് ഇതിനെ വ്രണത്തിന്റെ മുകളിൽ വെച്ച് കെട്ടണം. അപ്പൊ ഇത് ഞങ്ങൾ കുറച്ച് കൊണ്ടുപോകുന്നു. ഇത് കുറച്ച് നമുക്ക് ശില്പയുണ്ടല്ലോ, നമ്മുടെ ശില്പയ്ക്ക് കൊണ്ട് കൊടുക്കണം കേട്ടോ. കേക്ക്. പിന്നെ ഇതിനകത്ത് കിഴങ്ങുണ്ട്. ഈ കിഴങ്ങ് എടുത്ത് അതിനെ ശുദ്ധിയാക്കി പാലിലും നെയ്യിലും വെണ്ണയിലും ഒക്കെ ശുദ്ധിയാക്കിയിട്ട് ഉണക്കി പൊടിച്ച് പൗഡറാക്കി എടുത്തിട്ടാണ് എന്താ പറയും ഈ ഷുഗറിനും ക്യാൻസറിനും ഒക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. നമ്മുടെ പേറ്റന്റ് ഉള്ളതല്ലേ? ഇത് എല്ലാ കാർഡിലും കിട്ടുന്നതാണോ? എല്ലാ കാർഡിലും കിട്ടും. കേരളത്തിലുള്ള മിക്ക എല്ലാ കാർഡുകളിലും കിട്ടും. ഓക്കെ. ഇതൊക്കെ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ പ്രോസസ് ചെയ്ത് മാർക്കറ്റ് ചെയ്തുകൂടെ? വ്യാവസായിക അടിസ്ഥാനത്തിൽ മാർക്കറ്റ് ചെയ്ത് കൊടുക്കാൻ എല്ലാ കാർഡിലും ഉണ്ടെങ്കിൽ ഇത് എടുക്കാൻ വലിയ പാടാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കും പോലെ അല്ലത്. അപ്പൊ ഇത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന ചെടിയല്ലേ ഇത്? ഇതാ ഇത് കണ്ടോ, ഇത് വരയം പൂർത്തി എന്ന് പറയും. ഇത് നമ്മുടെ എറണാകുളത്തൊക്കെ 100 രൂപയ്ക്ക് വിൽക്കുന്ന സാധനമാണ്. ഇത് 100 രൂപ എറണാകുളത്ത്. ഇതൊക്കെ ഇവിടെ ആർക്കും വേണ്ട. നമ്മുടെ എല്ലാവർക്കും വേണ്ട, കൊട്ടാരക്കരയിൽ ആർക്കും വേണ്ട. എറണാകുളത്ത് ആരും പറഞ്ഞത്. അപ്പൊ ഇനി മെല്ലെ ഇങ്ങോട്ട്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് അതുകൂടെ പറഞ്ഞ? ഏതാണ് ഇത്? അത് വിഷ ചികിത്സയ്ക്ക് വേണ്ടിയാണ്. അത് മരുന്നായിരുന്നല്ലേ? അതെ. ഞാൻ അങ്ങോട്ട് വരണോ? ചൂട്ടേക്കുന്നോണ്ട് ചിലപ്പോ ചെടികളെ. ഇത് കണ്ടോ, ഇതാണ് ഓരില. ഇതാണ് ഓരില. ഓരില ഹൃദയ സംബന്ധമായ എല്ലാ അസുഖത്തിനും ഇതിന്റെ വേര് ഫലപ്രദമാണ്. ഇതിന്റെ വേരെടുത്തിട്ട് നമ്മൾ ഇതിനെ പാലിൽ പുഴുങ്ങി ശരിയാക്കിയിട്ട് നമ്മൾ കഷായം വെച്ച് കൊടുക്കണം. അപ്പൊ ഈ ഹൃദയ സംബന്ധമായ എല്ലാ അസുഖത്തിനും ഏറ്റവും ഫലപ്രദമാണ് ഈ സാധനം. ഓക്കെ. ഇനി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ ഒരു ചെടിയുണ്ട്, പാൽമുത. ഇത് പഴുതാരപ്പച്ചല്ലേ? അത് പഴുതാരപ്പച്ച. ഇത് കണ്ടോ, ഈ കാട്ടിൽ വളർന്ന നമ്മുടെ കാട്ടിൽ കാണുന്ന ചെടികൾ പൂ ഉണ്ടാവുമല്ലോ. ഇതിന് പൂ ഉണ്ടാവും. ഇതിന്റെ പേര് തിങ്കൾ എന്നാണ്. തിങ്കൾ. ഇതിന്റെ പേര് തിങ്കൾ. ഇത് ആദിവാസിയുടെ പേരുണ്ട്. ഇതിനെ ആദിവാസിയുടെ പറയുന്നത് മോക്കിണി എന്നാണ്. മോക്കിണി. രണ്ട് സൂപ്പർ പേര്. ഇതിന്റെ ഈ തണ്ടുണ്ടല്ലോ, ഇതിന്റെ തണ്ട് എടുത്തിട്ട് വാട്ടിപ്പിഴിഞ്ഞ നീര് ചെവിക്ക് ഉള്ളിൽ നമ്മൾ പിന്നെ തുണിയിൽ വെച്ച് അരിച്ച് ചെവിക്കുള്ളിൽ ഒഴിച്ചു കൊടുത്താൽ ചെവി വേദന, ഏത് ചെവി വേദനയും മാറി കിട്ടും. ഓക്കെ. ഇതിന്റെ തണ്ട് ചെവി സംബന്ധമായി, ചുരുക്കം പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ സകല അസുഖങ്ങൾക്കുള്ള മരുന്നാണ് ഇവിടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് വെച്ചത്. ഇത് കംപ്ലീറ്റും അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതിന് ഒന്നും എടുത്ത് കളയാനില്ല. ഈ